ഹായ്. പിന്നെ ഞാനും എൻ്റെ മോളും കൂടെയുള്ള ഇങ്ങനെ വീഡിയോസ് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ട് എടുത്തിടും, വല്ലാതെ എഡിറ്റിംഗ് ഒന്നും വരാത്ത എന്തെങ്കിലുമൊക്കെ എടുത്തിടാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യട്ടോ. എല്ലാവരും സപ്പോർട്ടൊക്കെ തരിക. വീഡിയോസ് ലൈക്കോടെ എൻ്റെ മുഖത്ത ലൈക്കിൻ്റെ മുഖത്ത ചിഹ്നച്ചുണ്ട്. അപ്പോൾ എൻ്റെ കണ്ണ് കുത്തല്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡോ അല്ലെങ്കിൽ ട്രാവലിങ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യണില്ല കേട്ടോ. നമുക്കതൊന്നും നടക്കൂല. എന്നും ഇങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്, ഇറിറ്റേഷനാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഇരുന്ന് സംസാരിക്കണതോ നമ്മൾ ലൈവായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് എടുത്തിടുകയാണ്. കൂടുതൽ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഇല്ലാതെ. പിന്നെ അതും നമ്മളെ ഫോണോ അത്രയ്ക്ക് കപ്പാസിറ്റി ഉള്ളതും സെറ്റപ്പ് ഒന്നുമല്ല. അപ്പം അതിനനുസരിച്ചുള്ള വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരുന്നപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന വീഡിയോസാണ് ആക്കിയത്. ലൈവ് വരണമെന്നുണ്ട് കേട്ടോ. പക്ഷെ ലൈവ് വരണ നല്ല സബ് ആണ്. ലൈവ് വരാൻ ഭയങ്കര പൂതിയുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് കൂടിയാലേ ലൈവ് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 1000 ആവണം എന്നാണ് പറയുന്നത് ലൈവ് വരാൻ. ലൈവ് വന്നിട്ട് നമുക്ക് ഇങ്ങനെ സംസാരിക്കണല്ലേ, പൂതിയാണല്ലേ. ലൈവ് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല കേട്ടോ. കുറേ സംസാരിച്ചിരിക്കുക എല്ലാവരും അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ലൈവിലുള്ള ഇതിൽ കൂടുതൽ അങ്ങനെ ലൈവിനെ കൊണ്ട് കാര്യമായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. സബ് കൂടുന്നല്ലാതെ പിന്നെ എല്ലാവരും നമ്മൾ ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടക്കും, അത്ര മാത്രം. അത് മാത്രമേ നടക്കുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഉണ്ടല്ലേ, ഇന്നിപ്പോൾ ഇവൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് ഇന്നലെ ഇവൾക്ക് വയ്യാണ്ട് ഇവിടെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ പോയി. പക്ഷെ അതൊന്നും വീഡിയോ എടുത്ത് ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ. നല്ല പനിയും തൊണ്ടവേദനയൊക്കെ ആയിട്ട് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി വന്നു. അപ്പോൾ ഇന്നലെ തീരെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി വന്ന് പിന്നെ മരുന്നൊക്കെ കൊടുത്ത് ഇന്നിപ്പോൾ കുറവുണ്ട് കേട്ടോ. കുറവുണ്ടായപ്പോൾ ഒന്ന് സ്കൂളിൽ പറഞ്ഞയച്ചിട്ടുണ്ട്. ഇനി നാളത്തെ പാട് എന്താണെന്നാവും. ഇവൾക്ക് ഇങ്ങനെ സ്കൂളിൽ പോയാൽ പിന്നെ സ്കൂളിൽ നിന്ന് വെയിൽ കൊണ്ട് കളിക്കും തോന്നുന്നുണ്ട്. അതാണ് തോന്നുന്നുണ്ട്. ഇങ്ങനെ പോകുമ്പോൾ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. വരുമ്പോഴാണ് പിന്നെ ഓരോന്ന് രാത്രി ആയാൽ തുടങ്ങും. ഇനി മഞ്ഞിൻ്റെതാണോ എന്നും അറിയൂല. ഇപ്പോൾ എന്താണെന്നറിയില്ല. ഇന്നിപ്പോഴത്തെ നല്ല കാറ്റും മഴക്കാറും ഇതൊക്കെ ഉണ്ട്. നല്ല കാറ്റുണ്ട്. കറണ്ട് പോവാതിരുന്നാൽ ഓക്കെ കേട്ടോ. കറണ്ട് പോയാലേ സഹിക്കാൻ പറ്റാത്തത്. കൊതുക് ഒരു വക, എന്നിട്ട് ചൂടും നല്ല ചൂടാണ്. ഞങ്ങൾ പാടത്തായതുകൊണ്ടാണോ എന്നറിയില്ല, എല്ലാവർക്കും ചൂട് തന്നെ തോന്നണം. ഞങ്ങൾക്ക് മഴ പെയ്തിക്കണിച്ചിട്ട് വെള്ളം നിൽക്കണ്ടിച്ചിട്ട് ഒരു പ്രത്യേകിച്ച് തണുപ്പോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടാ. എത്ര വെള്ളം നിന്നാലും ഞങ്ങൾക്ക് പാടത്ത് തണുപ്പിൻ്റെ ഒരു സംഭവമേ ഇല്ല കേട്ടോ. അവിടെ എത്തട്ടല്ലേ അങ്ങനെ. എന്നിട്ട് അപ്പം ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് തരിക അല്ലേ. ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടൊക്കെ തരിക. അങ്ങനെ ഇത് നമ്മൾ വേറെ ഫോണാണ് കേട്ടോ. അവിടേക്ക് ടൈം നോക്കാം. അങ്ങനെ അങ്ങനെ ഓ പണക്കാർ 5:30 എന്നാ പോവാ. അതല്ല കേട്ടാ, ഇത് പുതിയ സ്ക്രീൻ ഗാർഡ് ഒക്കെ ഇട്ട് ഇങ്ങോട്ട് വരേത് ഞാനൊന്ന് പുറപ്പ് തന്നെ വീടതാ. അമ്മരത്തെ പൊട്ടലാണ്. പൊട്ടിക്കും. എത്രാമത്തെ ഫോണാണ് അവള് പൊട്ടിച്ച് ഓള്. ഞാൻ ഡിസ്പ്ലേ മാറ്റി, ഫോൺ കംപ്ലൈൻറ്റ് ഇപ്പോൾ ഡിസ്പ്ലേ മാറ്റി അന്ന് തന്നെ വീണ്. അന്നല്ല, രണ്ടാമത്തെ ദിവസം അല്ലേ. രണ്ടാമത്തെ ദിവസം ഇവള് കട്ടുമെന്ന് ഫോണും പിടിച്ചിറങ്ങി. അതിൽ ഇവളും വീണ്, ഫോണും വീണ്. ഫോൺ പൊട്ടി. ഓൾക്കൊന്നും പറ്റുമില്ല. ഫോണ് പൊട്ടി ഓൾക്കൊന്നും പറ്റുമില്ല കേട്ടോ. അതേ ഉള്ളൂ. അത് പിന്നെ മുറി മാറിയില്ല. പക്ഷെ ഫോണിന്റെ ഒന്നും കെടുക്കണ നോക്കാം. ഫോണ് അമ്മരത്തെ പൊട്ടൽ ഒട്ടി കിടന്നു. ഉപയോഗിക്കാനൊക്കെ പറ്റൂട്ടാ. ഉപയോഗിക്കാനൊക്കെ പറ്റും. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഫോണ്. ഞാൻ കളയൂല. ഫോണ് സ്വന്തം ചത്ത് പോവാന്നല്ലാതെ ഞാനായിട്ട് കളയൂല. അങ്ങനത്തെ ഇഷ്ടപ്പെട്ട ഫോണാണ്. എല്ലാം നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റണമെന്നല്ല. ഫോണിൽ ഒരുപാട് ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഫോണാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് നല്ല അങ്ങനത്തെ ഫോണല്ല കേട്ടോ. പക്ഷെ അതിൽ ക്യാമറ തീരെ ക്ലിയർ ഇല്ല. അതാണ് പ്രശ്നം. ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ തീരെ ക്ലിയർ ഇല്ല കുറേ യൂസ് ചെയ്തപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ ഫോൺ നമ്മളെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ പറയുമ്പോൾ 2 ഫോണൊക്കെ ഉണ്ട്. ഭയങ്കര സെറ്റപ്പാണ്. പക്ഷെ ഫോണിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. പിന്നെ എന്താണ്, കുറേ നേരം പോവാനില്ലേ മുട്ടിക്കണല്ലേ. ഉറക്കം പഠിക്കാൻ നിൽക്കുകയാണ്. ഉറക്കമൊന്നുമല്ല. ഞാൻ അങ്ങനെ പഠിപ്പിച്ചെടുക്കട്ടെ. നല്ല മടിയാണ് പഠിക്കാതിരിക്കാൻ. എന്നാൽ പോലെ ഇങ്ങോട്ട് പുസ്തകം എടുത്തോണ്ടേ ഏതെങ്കിലും വിഷയം എടുത്തോണ്ടേ. ഇങ്ങോട്ട് എടുത്തോണ്ടേ ഉമ്മച്ചി ഇവിടുന്ന് പഠിപ്പിച്ചുതരാം. വീഡിയോ ഓഫാക്കണ്ട. അങ്ങനെ ഉറക്കം വരില്ലടോ. വാ. അപ്പം ഞാൻ എന്നാൽ കട്ട് ചെയ്യാം കേട്ടോ. എന്നാൽ ഞങ്ങൾ പോട്ടെ. ഗുഡ് ബൈ.